ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ ട്യൂണ ഫിഷ് കറിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാറുള്ള ചൂരമീൻ തന്നെയാണിത്. അപ്പം തലയുടെ കുറച്ച് ഭാഗങ്ങളും നടുവിലത്തെ കുറച്ച് പീസുകളും ഉണ്ട്. പിന്നെ ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് സവാള, പച്ചമുളക്, തക്കാളി, കൊറിയാൻഡർ ലീവ്സ്, ഗാർലിക്, പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇവിടുത്തെ പുളിയാണ്. ഇത് ഒരു ഫ്രൂട്ടാണ്, കൊക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഷ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടിൻ്റെ തോലാണ്. അത് ഉണക്കി വെച്ചിട്ട് ഇതാണ് ഇവിടുത്തെ മീൻ കറികളിൽ ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ നാട്ടിൽ കുടംപുളി യൂസ് ചെയ്യാറില്ലേ, അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പുളിയാണിത്. ഇവിടെ പിന്നെ എന്താ പറയുക, ചിക്കൻ കറിയിലും മട്ടനൊക്കെ വെക്കുമ്പോഴും ഇവിടുത്തെ ഗോവൻസൊക്കെ ഈ ഒരു പുളി അതിൽ ആഡ് ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കൊണ്ടുണ്ടാക്കുന്ന കറിക്കൊക്കെ, നല്ല രുചിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മീൻ കറിയുടെ. ഇനിയിപ്പോൾ നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളി നല്ലതുപോലെ വാടി, ഗാർലിക്കൊക്കെ ആയിട്ട് നല്ല വാടി. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് ഇളക്കാം. ഉള്ളി വാടിയതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി വഴണ്ടി വരില്ല. ഈ തക്കാളിയുടെ വെള്ളമൊക്കെ കൊണ്ടിട്ട് ഉള്ളി നല്ലതുപോലെ വാടി വരില്ല. ഉള്ളിയും തക്കാളിയൊക്കെ വാടി നല്ല പേസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കൊക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6-7 പുളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് മറ്റ് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇതൊന്ന് നല്ലതുപോലെ ചേർത്ത് ഇളക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചൂട്ടി പിടിക്കും. നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇടുക. നല്ല എരിവ് വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടി കൂട്ടിയിടാം. ഗ്രേവി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് നമുക്ക് ചൂടാക്കാം. ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നോർമൽ വാട്ടർ ഒഴിക്കുമ്പോഴത്തേക്ക് ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് 2.5 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. കൊക്കം പുളിയുടെ നല്ല പർപ്പിൾ കളറ് കൂടി കറിയിൽ ഇറങ്ങും പുളി വെന്ത് കഴിയുമ്പോൾ. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ തവി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക. അല്ലാതെ വെറുതെ ഇളക്കി കൊടുത്തിട്ട് കാര്യമില്ല. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ആ വെള്ളത്തിൽ കലക്കി ഗ്രേവി നല്ല തിക്കാക്കി എടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കറി പെട്ടെന്ന് തിളയായി. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ 2 സ്പൂണൊക്കെ മതിയാവും. അപ്പം ഇത് നമ്മൾ സാധാരണ പിരിമുളകും മറ്റേ എരിവുള്ള മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് പൊടിക്കുമ്പോഴാണ് നമ്മൾ മുളക് പൊടിക്ക് നല്ല കളറ് വരികയും കറിക്ക് നല്ല കളറ് കിട്ടുകയും ചെയ്യുന്നത്.
കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോഴത്തേക്ക് നല്ല ഗ്രേവി നല്ല തിക്കായി നല്ല വരും. ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.